ഹേയ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഒരു ദിവസത്തിൻ്റെ തുടക്കം എങ്ങനെയാണോ, പലപ്പോഴും ആ ഒരു ദിവസത്തിൻ്റെ സ്വഭാവവും അതുപോലെയായിരിക്കും. ചില ദിവസങ്ങൾ നമുക്ക് വളരെ ശാന്തമായി അനുഭവപ്പെടും. ചില ദിവസങ്ങൾ തുടങ്ങുമ്പോഴേ മനസ്സിൽ ഭാരം തോന്നും. എന്നാൽ ഒരു മുസ്ലിം സ്ത്രീയുടെ ലൈഫിൽ ഓരോ മോർണിംഗും ഒരു പുതിയ അനുഗ്രഹമാണ്. അള്ളാഹു നമ്മെ വീണ്ടും ഒരു ദിവസം ജീവിക്കാൻ അനുവദിച്ചു എന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു മുസ്ലിം സ്ത്രീയുടെ മോർണിംഗ് റുട്ടീനിനെ കുറിച്ചാണ്. ഇതൊരിക്കലും ഒരു ഫോഴ്സ്ഫുള്ളി ഉള്ള കാര്യങ്ങളല്ല, മറിച്ച് അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാനും മനസ്സിൽ സമാധാനം നിറയാനും സഹായിക്കുന്ന ഒരുപാട് ശീലങ്ങളെ കുറിച്ചാണ്. നമ്മുടെ ദിവസം അള്ളാഹുവിൻ്റെ നാമത്തിൽ ആരംഭിക്കുമ്പോൾ ആ ഒരു ദിവസത്തിന് പ്രത്യേക ബറക്കത്തുണ്ടാകും. അതുകൊണ്ടാണ് പ്രഭാതത്തെ ഏറ്റവും വിലപ്പെട്ട സമയമായി കാണുന്നത്. ഫജ്റിന് മുമ്പ് എഴുന്നേൽക്കാൻ കഴിയുന്നവർക്ക് അത് വലിയൊരു അനുഗ്രഹമാണ്. കഴിയാത്തവർ നിരാശപ്പെടേണ്ടതില്ല. ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ ആ ഒരു ശീലം വളർത്തിയെടുക്കാം. രാത്രി നേരത്തെ കിടക്കുക, അലാറം സെറ്റ് ചെയ്യുക, അള്ളാഹുവിനോട് അപേക്ഷിക്കുക. നല്ല ശീലങ്ങൾ ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല, തുടർച്ചയായ ഹാർഡ് വർക്കിലൂടെയാണ്. ഉണരുന്ന നിമിഷം തന്നെ ഫോൺ കയ്യിലെടുക്കുന്നതിനു പകരം ആദ്യം അള്ളാഹുവിനെ സ്മരിക്കുക. നമ്മെ വീണ്ടും ജീവിപ്പിച്ച റബ്ബിനോട് നന്ദി പറയുക. ആ ഒരു നിമിഷം പോലും നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയും. ശേഷം വുളൂ ചെയ്ത് ഫജ്ർ നമസ്കാരം നിർവഹിക്കുക. ലോകത്തിലെ ഏത് ജോലിയേക്കാളും പ്രധാനമാണ് ഈ ഒരു നിസ്കാരം. കാരണം അത് നമ്മളും അള്ളാഹുവുമായുള്ള സംഭാഷണമാണ്. നമസ്കാരത്തിൽ നിൽക്കുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാരങ്ങളും അള്ളാഹുവിൻ്റെ മുൻപിൽ സമർപ്പിക്കുന്ന മനസ്സോടെയാകണം. നമസ്കാരത്തിന് ശേഷം കുറച്ച് സമയം ദിക്ർ ചെയ്യുക. മോർണിംഗിലുള്ള അദ്കാറുകൾ ചൊല്ലാൻ ശ്രമിക്കുക. ദിവസത്തിന് ആത്മീയമായ ഒരു തുടക്കം നൽകാൻ ഇത് സഹായിക്കും. അതിനുശേഷം കുറച്ച് ഖുർആൻ പാരായണം ചെയ്യുക. ഒരു പേജ് മാത്രമാണെങ്കിലും മതി. പ്രധാനപ്പെട്ടത് കൺസിസ്റ്റൻസിയാണ്. ഖുർആൻ വായിക്കുന്ന വീട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിറയും. ശേഷം ദുആ ചെയ്യുക. കുടുംബത്തിനു വേണ്ടി, മക്കൾക്ക് വേണ്ടി, പാരൻസിനു വേണ്ടി, മറ്റു രോഗികൾക്ക് വേണ്ടി, തൻ്റെ ഉമ്മത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. സ്വന്തം ലൈഫിലെ ബുദ്ധിമുട്ടുകളും അള്ളാഹുവിനോട് തുറന്നു പറയുക. അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്. വീട്ടുജോലികൾ ആരംഭിക്കുമ്പോൾ പോലും നല്ല നിയത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്യുക. കുടുംബത്തെ പരിചരിക്കുന്നതും വീട് വൃത്തിയായി സൂക്ഷിക്കുന്നതും ഹലാലായ ഭക്ഷണം തയ്യാറാക്കുന്നതും അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാൻ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ബറക്കത്ത് നേടാനെന്ന ഉദ്ദേശത്തോടെയാണെങ്കിൽ അതും പ്രതിഫലാർഹമായ പ്രവൃത്തിയാകും. കുട്ടികളുള്ളവർക്ക് ഒരു പ്രധാന റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവരുടെ ദിവസം അള്ളാഹുവിൻ്റെ നാമത്തിൽ തുടങ്ങാൻ പഠിപ്പിക്കുക. ചെറിയ ദുആകൾ, നല്ല വാക്കുകൾ, സത്യസന്ധത, ബഹുമാനം ഇവ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നത്. ഇന്നത്തെ കാലത്ത് മോർണിംഗ് തന്നെ സോഷ്യൽ മീഡിയയിൽ ആരംഭിക്കുന്ന ശീലം പലർക്കുമുണ്ട്. കുറച്ച് സമയമെങ്കിലും ഫോൺ മാറ്റിവെച്ച് അള്ളാഹുമായുള്ള ബന്ധത്തിന് മുൻഗണന കൊടുക്കുക. ലോകവാർത്തകൾ പിന്നീടറിയാം, എന്നാൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന സമയം തിരികെ കിട്ടില്ല. ഒരു മുസ്ലിം സ്ത്രീയുടെ സൗന്ദര്യം എന്നത് വസ്ത്രത്തിൽ മാത്രമല്ല, അവളുടെ തഖ്വയിലും ശീലങ്ങളിലും സംസാരത്തിലും ക്ഷമയിലും പുഞ്ചിരിയിലുമാണ്. അതുകൊണ്ട് ഓരോ ദിവസവും സ്വയം മെച്ചപ്പെടുത്താനുള്ള തീരുമാനത്തോടെ തുടങ്ങുക. ഇന്ന് ആരെയെങ്കിലും സഹായിക്കാൻ കഴിയുമോ, ആരോടെങ്കിലും നല്ലൊരു വാക്ക് പറയാൻ കഴിയുമോ, ആരെയെങ്കിലും എന്നെക്കൊണ്ട് സന്തോഷിപ്പിക്കാൻ കഴിയുമോ എന്നൊരു ചിന്തയോടെ ദിവസം തുടങ്ങുക. ചെറിയ നല്ല പ്രവൃത്തികൾ അള്ളാഹുവിന് ഏറെ പ്രിയപ്പെട്ടതായിരിക്കും. നമ്മുടെ വീടുകളിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മുടെ ഹൃദയത്തിൽ സമാധാനം വേണം. ആ ഒരു സമാധാനം അള്ളാഹുവിനെ സ്മരിക്കുന്നതിലൂടെയാണ് ലഭിക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങളൊരു വീട്ടമ്മയാണെങ്കിലും, ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും, ഒരു വർക്കിംഗ് ലേഡി ആണെങ്കിലും, ഒരു പാരൻ്റ് ആണെങ്കിലും, ഓരോ ദിവസവും അള്ളാഹുവിനോട് അടുക്കാനുള്ള പുതിയ അവസരമാണ്. ഇന്നലെ എന്ത് സംഭവിച്ചു എന്നതല്ല ഇമ്പോർട്ടൻ്റ്, ഇന്ന് അള്ളാഹുവിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നതാണ്. ചെറിയ ശീലങ്ങളെ ഒരിക്കലും നിസ്സാരമായി കാണരുത്. ദിവസവും ചെയ്യുന്ന ചെറിയ നല്ല പ്രവൃത്തികളാണ് ഗ്രാജ്വലി വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. അള്ളാഹു നമ്മുടെ മോർണിംഗ് ബറക്കത്തുള്ളതാക്കട്ടെ. നമ്മുടെ വീടുകളിൽ സമാധാനവും സ്നേഹവും നിറയ്ക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.